നടുക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതും മലയാള സിനിമയിലെ അറിയപ്പെടുന്ന അമ്മയുടെ ഭാരവാഹികളൊക്കെ ആയിട്ടുള്ള നടന്മാർക്കെതിരെ. ഈ വെളിപ്പെടുത്തലിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായോ? താങ്കൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ വിവരിച്ചു, മാധ്യമങ്ങളുടെ മുമ്പിൽ അത് വെട്ടിത്തുറന്ന് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് നിയമ നടപടികളിലേക്ക് നീങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും നിയമ നടപടികളിലോട്ട് ഞാൻ നീങ്ങും. നിയമ നടപടികൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം സർക്കാർ ഒരു ഉന്നതതല ഉദ്യോഗസ്ഥരുടെ, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ടീമിനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. പുതുതായി ഉയരുന്ന ആരോപണങ്ങളും മറ്റുമൊക്കെ പരിശോധിക്കാനാണത്. അപ്പോൾ നിയമ നടപടികൾ എന്ന് പറയുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് നൽകുകയാണോ, അതോ ഈ പുതിയ അന്വേഷണ സംഘത്തിന് മുൻപിൽ താങ്കളുടെ പരാതി ഡ്രാഫ്റ്റ് ചെയ്ത് അത് നൽകുകയാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? പുതിയ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിൽ ഞാൻ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് എന്തൊക്കെയാണ് നടന്നത്, എവിടെ വെച്ചാണ് നടന്നത്, ഏത് ഹോട്ടലിലാണ് എന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള വളരെ എക്സ്പ്ലെയിൻ ആയിട്ടുള്ള ലെറ്റർ ഞാൻ അവരെ ഏൽപ്പിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. യെസ്. അപ്പോൾ താങ്കൾ ഈ വെളിപ്പെടുത്തലുകൾ നടത്തി ഇങ്ങോട്ട് നോക്കിയേ തുടങ്ങി വൺ വേ ടിക്കറ്റ് വരെയുള്ള സിനിമകളുടെ, താങ്കൾ സഹകരിച്ച സിനിമകളുടെ, മലയാളം സിനിമകളുടെ ലൊക്കേഷനുകളിൽ നടന്നിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ മുകേഷിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പരാമർശം കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, 2ാം തവണ ഇപ്പോൾ MLA ആയിരിക്കുകയാണ്, പാർലമെന്റിലേക്ക് മത്സരിച്ചു. നമ്മുടെ സർക്കാർ പുതുതായി രൂപീകരിച്ച, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയോഗിച്ച ആ നയരൂപീകരണ സമിതിയിൽ അംഗം കൂടിയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പൊസിഷൻ വഹിക്കുന്ന ഒരു നടനാണ് മുകേഷ്. അപ്പോൾ മുകേഷ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ, ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്ന് അത്ഭുതപ്പെടുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയിൽ കഴിയുന്ന മിക്ക നടന്മാരും മുഖംമൂടികൾ അണിഞ്ഞിട്ടാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു 10-20 വർഷമായിട്ട് ഈ അമ്മ അസോസിയേഷനിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെയാണ് അവരിത് ലീഡ് ചെയ്യുന്നത്. ആധിപത്യം കാണിച്ച് മറ്റുള്ളവരെയൊക്കെ അടിമകളാക്കി, മറ്റുള്ളവർക്കൊന്നും ഒരു ചാൻസ് കൊടുക്കാതെ. അപ്പം തീർച്ചയായിട്ടും ഇവർ മാറി പുതിയ ഒരു അസോസിയേഷൻ അമ്മയിൽ വരുവാണെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും. അല്ല, അപ്പോൾ താങ്കളെ സംബന്ധിച്ച് താങ്കൾ അമ്മയുടെ അംഗത്വത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ മുകേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചില തടസ്സങ്ങൾ പറഞ്ഞു. അതല്ലാതെ ഒരു സിനിമയിൽ റോള് കിട്ടാൻ, ഒരു സിനിമയ്ക്ക് ഓഫർ എന്നുള്ള നിലയിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ, കോംപ്രമൈസിനുള്ള നിർദ്ദേശങ്ങൾ, ആഗ്രഹ പ്രകടനങ്ങൾ അങ്ങനെ എന്തെങ്കിലും നേരിട്ടിരുന്നോ? തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു. കാരണം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ മാത്രമേ മിനുവിന് സിനിമയിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമയിൽ നിന്നും എന്നെ റിമൂവ് ചെയ്തു. ആദ്യം എന്നെ വിളിച്ചിട്ടുണ്ട്, ഒരു കുറഞ്ഞത് 5 ലൊക്കേഷനിൽ നിന്ന് ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ട്. 3 ദിവസം അഭിനയിപ്പിക്കും, അല്ലെങ്കിൽ 2 ദിവസം അഭിനയിപ്പിക്കും. ഈ സമയത്താണ് പ്രൊഡ്യൂസറിൻ്റെ വരവ്. അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെല്ലാൻ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തിനാ അവരുടെ റൂമിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് സംസാരിക്കണമെങ്കിൽ ലോബിയിൽ വാ, ഹോട്ടലിൻ്റെ ലോബിയിൽ വന്ന് സംസാരിക്കുക. അത് പറ്റത്തില്ല, എൻ്റെ റൂമിലോട്ട് വരണം. അപ്പം ഞാനത് പോകാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ ദേഷ്യം കൊണ്ട് പിറ്റേ ദിവസം മിനുവിൻ്റെ റോള് പോസ്റ്റ്പോൺ ചെയ്തു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് മിനുവിൻ്റെ ഷൂട്ടിങ് എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് പലയിടത്തു നിന്നും എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ താങ്കൾ ഈ സഹകരിക്കാത്തതിൻ്റെ പേരിൽ. അതുപോലെ തന്നെ കുറേ സിനിമകളിലൊക്കെ വിളിച്ചിട്ടുമുണ്ട്. അതെ, ഞാൻ ഇപ്പോൾ ഈ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ജയസൂര്യ അപമര്യാദയായി പെരുമാറിയെന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. അതിനുശേഷം താങ്കൾ അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള കോൺടാക്ട് നിങ്ങൾ തമ്മിലുണ്ടോ? അതിനുശേഷവും സിനിമകളിൽ അഭിനയിച്ചുവല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ എപ്പിസോഡ് തീർന്നോ, അതോ തുടർന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുകയോ, അല്ലെങ്കിൽ ഇത് കോംപ്രമൈസ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതോടെ ആ എപ്പിസോഡ് തീർന്നു. പിന്നെ വേറെ ഒരു സിനിമ വൺ വേ ടിക്കറ്റിലും അദ്ദേഹം ഉണ്ടായിരുന്നു, ജയസൂര്യ. അന്നേരം ചെറിയ കുത്തുവാക്കുകളൊക്കെ ഇരുന്ന് പറഞ്ഞു, നമ്മളെയൊന്നും പിടിക്കില്ലടാ, പുള്ളിക്കാരന് വമ്പൻ ആൾക്കാരെ തിമിംഗലത്തിൻ്റെയൊക്കെ പിടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറച്ച് കളിയാക്കുന്നതൊക്കെ ഞാൻ കേട്ടു. അല്ലാതെ പുള്ളിയെ എന്നോട് നേരിട്ടൊന്നും സംസാരിച്ചില്ല അതിനുശേഷം.